വയനാട്ടിൽ നടന്ന സിപ്പ് ലൈൻ അപകടമെന്ന പേരിൽ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി പോലീസ്. വീഡിയോ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരെ കണ്ടെത്താൻ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വയനാട്ടിൽ നടന്ന ഒരു സിപ്പ് ലൈൻ അപകടം എന്ന പേരിലാണ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകരടക്കം തെറ്റിദ്ധരിച്ചു. നമ്മളെല്ലാം ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. പോലീസ് ഇന്റലിജൻസുമായി, സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടു. അവർ ഇത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. ടൂറിസം മേഖലയിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അമ്മയും കുഞ്ഞും സിപ്പ് ലൈനിൽ കയറുന്നു. കുഞ്ഞിനെ എടുത്ത് ഒരു അമ്മ സിപ്പ് ലൈനിൽ കയറുന്നു. അപ്പോൾ ഈ സിപ്പ് ലൈനിന്റെ ഓപ്പറേറ്റർ അതിന്റെ ഇടയിൽ പെട്ടെന്ന് കൊക്കയിലേക്ക് വീഴുന്നു. അത്തരത്തിലാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ടൂറിസം മേഖലയിലുള്ളവർ പറഞ്ഞു, ഒരു സിപ്പ് ലൈൻ ഓപ്പറേറ്ററും കുഞ്ഞിനെയും എടുത്ത് സിപ്പ് ലൈനിൽ കയറാൻ അനുവദിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത് ഫേക്ക് ആണെന്ന് അവർ ആദ്യമേ പറഞ്ഞു. എന്തായാലും ഇതൊരു വീഡിയോ ആണെന്ന് അപ്പോൾ തന്നെ വ്യക്തമായി. പക്ഷേ വയനാട് പോലീസ് ഇത് വളരെ ഗൗരവമായാണ് എടുത്തത്. ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സൈബർ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇത്തരം വീഡിയോകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു റീലും വയനാട് പോലീസ് ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. വ്യാജ വീഡിയോക്കെതിരെ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിച്ചു. കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും വളരെ ഉപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ട ഒരു സാങ്കേതിക വിദ്യ ഇത്തരത്തിൽ സമൂഹത്തെയും ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അത് നിയമവിരുദ്ധവുമാണ്. ആ കാര്യമാണ് പോലീസ് വ്യക്തമായ മുന്നറിയിപ്പാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്. ഇത്തരം വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രചരിപ്പിക്കരുത്. മാത്രമല്ല, കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇത്തരം സാങ്കേതിക വിദ്യകൾ നല്ല കാര്യത്തിന് മാത്രം പ്രയോജനപ്പെടുത്തുക എന്നൊരു സന്ദേശം കൂടിയാണ് പോലീസ് നൽകുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.